വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബേബി നെല്ലോ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും ഒന്ന് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗായ്സ്, There's bottles in the fridge. The address is apartment 10, Euclidean Towers, and the keys under the plant pot. Take care. Thanks. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഒരു അപ്പാർട്ട്മെന്റിലോട്ട് പോകാൻ പോവാണ്. നമ്മളൊരു ബേബി സിറ്ററാണ്. അപ്പോൾ അറിയാലോ ഗൈസ്, നമ്മളൊരു കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവർ പറഞ്ഞത് അതെ, അപ്പാർട്ട്മെന്റ് 10 ആണ്. കീ ചെടിച്ചട്ടിയുടെ അടിയിൽ ഉണ്ടാവും അവർ പറഞ്ഞിരുന്നു. ഇപ്പം വിളിച്ച പുള്ളിക്കാരത്തി ഈ അപ്പാർട്ട്മെന്റിന്റെ ഓണറാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് വലകാലം വെച്ചങ്ങ് കയറാം. ഓക്കെ, നൈറ്റ് 1 തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതേ കൊച്ചവിടെ ഇരിക്കുന്നുണ്ട്. ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. കൊച്ചിന് പാല് കൊടുക്കാനാണ്. ഓക്കെ, നമുക്ക് ആ പാല് കൊണ്ടേ കൊടുക്കാം. നാട്ടിച്ച് ഗൈസ്, എന്താ പറയണ്ടേ ഇവനെയൊക്കെ. ഞാൻ അറിഞ്ഞിടത്തോളം ഈ ചെറുക്ക ഇച്ചിരി പെശകാണെന്നാണ് കേട്ടേക്കുന്നത്. നോക്കാം. ചേഞ്ച് ബേബി. അവനെ ഇതായിരിക്കുന്നത് എന്ത് കളിക്കുന്നോ? ടേക്ക് ബേബി ടു ബെഡ് എന്നാണ് പറയുന്നത്. ടേക്ക് ബേബി, ഇതായിരിക്കും റൂം. അതെ, ഓക്കെ, ഇങ്ങോട്ടേക്ക് എറിയാം. അവിടെ കിടന്നോളും. പിന്നെ ടേക്ക് സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് കഥ വായിച്ചു കൊടുക്കേണ്ടി വരും. ചെറുക്ക ഉറങ്ങിയിട്ടുണ്ട്. പോവാം. ഇനി പാരൻസ് വരുന്നവരെ ടി വി ഇരുന്ന് കണ്ടോളാനാണ് പറയുന്നത്. പോയി ടി വി കാണാം. ടി വിയിലെന്താ ഉള്ളത്? ടി വിയിൽ എന്തോ ഒരു കുന്തറാണ്ടത്തിന്റെ പരസ്യം കാണിക്കുന്നുണ്ട്. എന്താന്നറിയില്ല. ടോസ്റ്റി എന്നെന്തോ സാധനമാണ്. കൊച്ചെണീറ്റിട്ടുണ്ട്. ഇവനൊന്നും രാത്രി ഉറക്കില്ലേ? കൊച്ചിനെ നോക്കാൻ പോവാം. ഇത് ഞാൻ അടച്ചിട്ടിട്ടല്ലേ പോയ ഗൈസ്. ഇവിടെ കൊച്ചില്ല. ടേക്ക് ബേബി ടു ബെഡ് എന്നാണ് പറയുന്നത്. ഇവൻ ടെലിപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നു. ഇവനൊരു മനുഷ്യജീവി അല്ല ഗൈസ്. അത് എന്നോടൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ ആദ്യം ഇരിക്കുന്ന ഈ പൂച്ചേനെ അങ്ങ് എടുത്തു കൊടുക്കാം. ഓക്കെ, ഇനി ക്ലോസ് ദ ഡോർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലോസ്. ഓക്കെ, വീണ്ടും പോയി ടി വി കണ്ടോണ്ട്. ഒരു മിനിറ്റ്, ഈ കഥയിലെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് പോയി നമ്മളോട് ടി വി കണ്ടോണ്ടിരുന്ന് ചില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതങ്ങ് അനുസരിച്ചേക്കാം. വീണ്ടും ആ ടോസ്റ്റിയുടെ അഡ്വർടൈസ്മെന്റ് ആണ്. വേറൊന്നും ഇതിനകത്തില്ല. അതിനകത്ത് വേറെ ചാനൽ വല്ലതും ഉണ്ട്, ചാമ്പ്യൻസ് ലീഗ് വല്ലതും കാണാമായിരുന്നു. ഇരിപ്പുണ്ട്.
ഗെറ്റ് ദി ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. തന്നെ അടഞ്ഞ എല്ലാം അടഞ്ഞിട്ടുണ്ട്, എന്താന്നറിയില്ല. ചെറുക്കൻ്റെ മായാജാലം ആയിരിക്കും. ഇത് തുറക്കാം. കുപ്പി ഫൈൻഡ് ബോട്ടിൽ എന്നാണ് പറയുന്നത്. ഇതെന്താ? ഓ, അത് ഒളിച്ചു. ഓക്കെ, ഇതേ കുപ്പി ഇരിക്കുന്നു. കുപ്പി എയറിലാണ് കേസിക്കുന്നത്. ഈ വീടിന് അല്ലാത്തൊരിതാ. ഓക്കെ, അവന്റെ നേരത്തെ പോലെ തന്നെ പണി പറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചെറുക്കൻ്റെ ഷഡ്ഡി മാറ്റി കൊടുക്കാം. ഇതിന്റെയും കൂടെ കുറവുണ്ടായിരുന്നുള്ളൂ. നീ ഇരിക്കേണ്ട സ്ഥലം അതല്ല, ഇങ്ങോട്ടേക്ക് വാ. എന്ത് ചെയ്യാനാണ് കേസ്? ഞാനെങ്ങാനായിരുന്ന ഉറക്കി കിടത്തിയാണ് ഷഡ്ഡിനെ. ഷഡ്ഡി ഭിത്തി പടമായിട്ടുണ്ട്. ഈ ഷഡ്ഡി എടുത്ത് ആ ചെറുക്കനെ ഇട്ട് കൊടുക്കുക. നീ ടേക്ക് ബേബി ടു ബെഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അയ്യോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മനുഷ്യജീവി അല്ല ഇവൻ. ഇവൻ കാണുമ്പോ ഇങ്ങനെ ബെഡ് പോലെ ഇരിക്കുമെങ്കിലും ഇവൻ അങ്ങനെയല്ല. ഇപ്പം വേറെ എന്തോ ഉണ്ട്. കണ്ണിലെ സൂര്യ തേജസ്സൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവിടെ കിടക്ക്. വീണ്ടും കഥ വായിച്ചു കൊടുക്കാനാണ് കേസ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇരിക്കാം. ഓക്കെ, നമുക്ക് വായിക്കേണ്ട കാര്യമില്ല കേസ്. പെട്ടെന്ന് ഇവനായി ഹൾക്കാ. അടുത്തത് എടുത്തു കൊടുക്കാനാണ് പറഞ്ഞത്. നമുക്ക് അടുത്ത റാബിറ്റ് എടുത്തു കൊടുക്കാം. സന്തോഷായി. ഇനി കഥ വായിക്കാനാണ് പറഞ്ഞത്. കിണിക്കുന്നോ ബുക്ക് തട്ടി കളഞ്ഞിട്ട്? ഓക്കെ, നമ്മൾ വായിക്കേണ്ട കാര്യമില്ല ഗൈസ്. നമുക്കിങ്ങനെ മറിച്ച് പോയാൽ മതി. അപ്പോഴത്തേനും ചെറുക്കൻ ഉറങ്ങിക്കോളും. പാണ്ടി ചെറുക്കൻ. ഇവനെയൊക്കെ എടുത്ത് എറിയണം. ഞാനങ്ങായിരുന്നേ നമ്മളോട് പോയി വീണ്ടും പീസ്ഫുള്ളി ഇരുന്ന് ടി വി കാണാനാണ്. അടുത്തെന്തോ പൊല്ലാപ്പാണെന്ന് തോന്നുന്നു ഗൈസ്. തുറക്കാം. ഇത് മറ്റേ സാധനല്ലേ, നമ്മളാ ടി വി കണ്ടേ? ആ ഗൈസ്, ഇതാ ടോസ്റ്റിയാണ് ഗൈസ്. ആരോ ഓർഡർ ചെയ്താണ്. കഥ അടച്ചേക്ക, ഇനിയൊന്നും വരണ്ട. ഓക്കെ, പീസ്ഫുള്ളി ഇരുന്ന് ടി വി കാണാനാണ് ഇവര് പറയുന്നത്. ടി വി കാണാം. ഓക്കെ ഗൈസ്, ഡേ അടുത്തെന്തോ സിനിമയാന്ന് തോന്നുന്നു. സിനിമ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നൈറ്റ് 3 ആയിട്ടുണ്ട്. ഇത് അവസാനത്തെ ഇതാണ്, നൈറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഈ ഒരു പാർട്ടിലെ എന്തേലും നടക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ചെറുക്കൻ്റെ ശരിക്കുള്ള രൂപം കാണാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ടി വി നല്ല അന്തരീക്ഷം. കൊച്ചിനെ സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. കണ്ടില്ലേ? കഥ എടുത്തിട്ട് പോകാനാണ് പറയുന്നത്. പോവാം. പെർഹാപ്സ് എ ചീസ് ടോസ്റ്റി. നമ്മളോട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാനാണ് പറയുന്നത്. ചീസല്ലേ? ഇതെടുക്കാം. അടക്കി. ഇതെടുത്ത് അവിടെ വെച്ച് ബ്രെഡ് ഇവിടെ വെക്കാം. പിന്നെ ചീസ് ഇവിടെ വെക്കാം.
പിന്നെ അടുത്തൊരു ബ്രെഡും വെക്കാം. ഓക്കെ, ടോസ്റ്റ് ഉണ്ടാക്കാം. ഊഫ്, ഇത് ഗൈസ് ഇവര് നാപ്റ്റോളിൽ നിന്നാണ് സാധനം വാങ്ങിച്ചതെന്ന് തോന്നുന്നു. സംഭവം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്തായാലും. ഇതെന്ത് ഗ്രാഫിക്സാ? ഫീഡില് ബേബിയും മോൺസ്റ്റർ. അത് നിങ്ങളല്ലേ പറഞ്ഞേ എന്നോട് കഴിച്ചോളാൻ? ഇത് കാണുമ്പോ എനിക്ക് മറ്റേ ഓഗി ആൻഡ് കോക്രോച്ചിന്റെ വീടാണ് കളാറ് ചെയ്യും. ഏതാ സ്ഥലം? ഈ കുപ്പി എടുക്കണം കഴിച്ചു. കുപ്പി നമുക്ക് എത്തുന്നില്ല. വേറെ വഴി പോകേണ്ടി. വേറെ വഴി അല്ല, ഏതൊക്കെയോ വഴി കൂടെ പോകുന്നുണ്ട്. ഓക്കെ, അത് എത്തി. തിരിച്ചു പോകണം. തിരിച്ചു പോകണമല്ലോ. തിരിച്ചു പോ. ഇതിന്റെ വല്ല മാപ്പോ മറ്റോ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. മാപ്പ് നോക്കി പോയാൽ മതിയല്ലോ. ഗൈസ് എത്തിന്ന് വന്നു. ആ, ഇത് തന്നെ. ഇവിടെ ഗൈസ് നമ്മൾ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലായിരുന്നു. ചെറുക്ക അവിടെ ഇരിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണില് സൂര്യ തേജസ്. ഇതേ 2 സൂര്യനാ. എന്നാലും മറ്റേതിനൊരു കുറവുമില്ല. പാല് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം മുട്ടും. ഇതിരിക്ക് ഏട്ടാ ഷഡ്ഡി എടുത്തോണ്ട് വരാം. എന്നാ മോനെ ഷഡ്ഡി. ഗൈസ് വിഴുങ്ങി ഗൈസ്. ജീവനുണ്ട്. അയ്യോ, ബ്രേക്ക് എമർജൻസി ഗ്ലാസ് അപ്സ്റ്റേഴ്സ്. എന്റെ ഗ്ലാസ് പൊട്ടിക്കാനാണ് കേസ്. ഈ റൂമിലാണ് ശരിക്കും പറയുന്നത്. ചെറുക്കൻ്റെ വായിൽ വെച്ചെടുക്കാം. പശുക്കന്മാരാണ് ഇതിന്റെ പേര്. എല്ലാം ശാന്തമായി. ഉറങ്ങാണ്ടില്ല കള്ളം വിടുക. ഇങ്ങനെ എറിഞ്ഞാലോ കളയാനൊന്നും പറ്റില്ല. ഓക്കെ, പിന്നെ ബെഡ്റൂമിൽ കൊണ്ടായി കിടക്കും. ഞാൻ വേറൊരു ലോകത്തെത്തി. ഇതിനകത്ത് ഇവൻ തന്നെ. ഈ പ്രാവശ്യം ഒരു ആടിന്റെ ബുക്കാണ് കാണിച്ചത്. സെറ്റിൽ ബേബി. ഓക്കെ, ഇപ്രാവശ്യം ആടിന്റെ ഇതല്ല കാണിച്ചത്. എനിക്ക് തോന്നുന്നു ആടാന്ന്. ആടെടുക്കാം. എടുത്തിട്ട് കഥ വായിക്കാനാണ് പറയുന്നത്. എന്ത് കഥയാണ് ഇത്? വല്ലാത്തൊരു കഥ. എന്തായത് രാജാവ്? ഇല്ലുമിനാന്റി. അയ്യോ ഗായ്സ്, അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ചെറുക്കൻ്റെ ഇല്ലുമിനാന്റിയും അല്ല മനുഷ്യനും അല്ല. ചെറുക്കൻ വേറെന്തോ ആണ്. അത് നമുക്കിനി അടുത്ത പാർട്ടി കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ചേർത്താണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഗെയിം വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രാനിയുടെ കാർ എസ്കേപ്പ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബൈ.